ഹായ് ഫ്രണ്ട്സ്, സ്റ്റാർ വിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ചെറിയൊരു പീരങ്കി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇതേപോലെ ചെറിയൊരു ഇഡ്ലീൻ്റെ കമ്പ്, അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ തീപ്പെട്ടി, അതേപോലെ തന്നെ ഒരു ഇത് കത്തിക്കാനുള്ള ഒരു ലാമ്പ്, അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഫ്ലെക്സ് ക്യൂക്ക്, ഇത് ഒട്ടിക്കാനായിട്ട് ഒരു ഫ്ലെക്സ് ക്യൂക്ക്, ഇത്രയും സാധനങ്ങൾ മതി. ഇനിയിപ്പോൾ ഇല്ലിൻ്റെ കമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ രണ്ട് ടയറും ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇല്ലിൻ്റെ കമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു സൈഡ് മാത്രം ഹോളുള്ള, അതായത് ഉള്ളിലോട്ട് ഗ്യാപ്പ് വേണം, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇത് ബേക്കിന്ന്. അതായത് ഇതൊരു സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഹോൾ ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ അടിഭാഗത്ത് ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതേപോലെ വേറെ പേനയോ അല്ലെങ്കിൽ സ്കെച്ച് പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം താഴെയായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഇടുക, സെൻട്രലായിട്ടൊരു ഹോൾ ഇടണം. ഇതിനകത്തേക്കാണ് നമ്മൾ തിരി അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു തീ കൊടുക്കുന്ന ഒരു സംഭവം ഇതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോളിലോട്ടാണ് നമ്മളിതിൻ്റെ എന്താ പറയുക ആ മരുന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ തീപ്പെട്ടീൻ്റെ ആ ഒരു ഇത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു പടക്കത്തിൻ്റെ തിരി ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താണോ അതിൻ്റെ ഉള്ളിൽ നിന്ന് തീ കിട്ടിയാൽ മതി. അത് അപ്പോൾ ഫയർ ആയിക്കോളും. അപ്പോൾ അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒരു ചെറിയ പടക്കത്തിൻ്റെ തിരി ഇട്ടുകൊണ്ട് അതിട്ടു. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ തീപ്പെട്ടീൻ്റെ മരുന്നാണ് ഇതിനകത്തേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പടക്കത്തിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള മരുന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഈ തീപ്പെട്ടീൻ്റെ ഇതേപോലെയുള്ള ഈ മരുന്ന് കുറച്ച് എന്താ പറയുക കുറച്ചധികം എടുക്കുക. അതിനുശേഷം അത് നമ്മൾ ആ ഒരു ഹോളിലോട്ട് നമ്മൾ എന്താ പറയുക ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക ചെറിയൊരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് അതൊന്ന് തിക്കി അമർത്തി കൊടുക്കുക. അത്ര ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പീരങ്കീൻ്റെ ഒരു പണി തീർന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇതേപോലെ ഒന്ന് അതിനുശേഷം ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇത്രയായ പീരങ്കീൻ്റെ പണി കഴിഞ്ഞു. ബാക്കിയൊക്കെ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക 2 ടയറുമ്മലോ അതിൽ എന്തെങ്കിലും നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്റ്റലേഷൻ ഉപയോഗിച്ചിട്ടൊന്ന് 2 ചുറ്റി എടുക്കാം. നമുക്ക് വേറെ എന്താ പറയുക നല്ല കളർ പേപ്പറൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ഡിസൈനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ പറയുക നിങ്ങൾക്ക് നല്ല മെച്ചപ്പെടുത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക 2 സൈഡും. അതേപോലെ തന്നെ ഈ ഒരു ആ ടയറുമ്മിലോട്ട് ഇത് ഒട്ടിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഫ്ലെക്സ് ക്യൂക്ക് ഒട്ടിച്ചാലും ചിലപ്പോൾ ഇത് ഇരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ ഒട്ടിക്കുകയാണെങ്കിൽ അതുമേൽ പശയാക്കുകയാണെങ്കിൽ ആ ടയറിൻ്റെ ഇതിനകത്തേക്ക് വേഗം സെറ്റാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ടയറിലോട്ട് സെറ്റ് ചെയ്യുക. ഇത്രയായാൽ നമ്മുടെ പീരങ്കീൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇതിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് രണ്ടാമത്തേത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വേറൊരു ടയറുമേലോ എന്താ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു തിരിയിൽ തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഒരു മോഡൽ മാത്രം ചെയ്തതാണ്. നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കുക, കൈയൊന്നും പൊള്ളാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.